നമസ്കാരം, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് ഡിസംബർ 6 തീയതിയാണ്, ശനിയാഴ്ചയാണ്, വൃശ്ചികം 20 തീയതിയാണ്. ന്യൂസ് ബ്രേക്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വിവരങ്ങളുമായി 24ന്റെ പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്ന് ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ, കൊച്ചിയിൽ നിന്ന് ആൻമരിയ സണ്ണി, ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി, ശബരിമല സന്നിധാനത്ത് നിന്ന് സുജിത് സുരേന്ദ്രൻ എന്നിവരാണ് പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. ആദ്യം നമ്മൾ പോകുന്നത് കൊച്ചിയിൽ ആൻമരിയ സണ്ണിയിലേക്കാണ്. ആൻമരിയ, വെരി ഗുഡ് മോർണിംഗ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലായിട്ട് ഇന്ന് 10ാം നാളാണ്. ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുകയാണ്. സെഷൻസ് കോടതിയിൽ പറയാത്ത എന്തൊക്കെ വാദങ്ങളാണ് ഇന്ന് പരിഗണിക്കപ്പെടുക? ഒപ്പം തന്നെ എൻ വാസുവിന്റെ ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുമല്ലോ. ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. കൊച്ചി സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത് അത് ഹൈക്കോടതി തന്നെയാണ്. രണ്ട് പ്രധാനപ്പെട്ട കേസുകളാണ് ഇന്ന് ഹൈക്കോടതിയിലുള്ളത്. അതിൽ ആദ്യം ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടം നൽകിയിരിക്കുന്ന മുൻകൂർ ജാമ്യാപേക്ഷ തന്നെയാണ്. എസ് രാജീവാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ. തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യ ഹർജി തള്ളിയതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടം ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന ഹർജിയിൽ അതിൽ ബലാത്സംഗ കേസ് നിലനിൽക്കില്ല എന്നും ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെയൊരു കേസ് മുന്നോട്ട് വന്നിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതുമാത്രമല്ല, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നും താൻ അന്വേഷണവുമായി സഹകരിക്കുമെന്നുമാണ് രാഹുൽ മാങ്കൂട്ടം ഈ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള കേസുകളൊക്കെ അത്തരം വന്നിരിക്കുന്ന ഹൈക്കോടതിയുടെ മുൻപിലേക്ക് വന്നിരിക്കുന്ന കേസുകൾക്കൊക്കെ ഇതിനു മുൻപ് ജാമ്യം നൽകിയ കേസുകളൊക്കെ വന്നിരുന്നു. വേടന്റെ കേസ്, വിജയബാബുവിന്റെ കേസുകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ കേസ് അത് തിരുവനന്തപുരം സെഷൻസ് കോടതി ഇന്നലെ കേസ് പരിഗണിക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതിൽ ബലാത്സംഗ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നായിരുന്നു തിരുവനന്തപുരം സെഷൻസ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ കേസ് എങ്ങനെയായിരിക്കും ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് എത്തുക എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും 10ാം നാള് രാഹുൽ മാങ്കൂട്ടം ഒളിവിൽ കഴിയുമ്പോൾ അത് രാഹുൽ മാങ്കൂട്ടം കീഴടങ്ങുന്നു എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മാറ്റിക്കൊണ്ട് 10ാം നാളും രാഹുൽ മാങ്കൂട്ടം ഒളിവിൽ തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടം ഹർജി നൽകിയിട്ടുണ്ട്. ആ ഹർജിയിൽ പറയുന്നതും അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അന്വേഷണവുമായി സഹകരിക്കുമെന്ന് തന്നെയാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടം കീഴടങ്ങുന്നതിന് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യുക എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം ഒളിവിലാണ് എന്ന് പറയുന്ന പ്രദേശങ്ങളെല്ലാം അന്വേഷണ സംഘം വിപുലമായിട്ടുള്ള പരിശോധനകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഹർജിയാണ് ഇന്ന് ഹൈക്കോടതിയിലെ പ്രധാനപ്പെട്ട കേസ് എന്ന് പറയുന്നത്. മറ്റൊന്ന്, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായിട്ടുള്ള എൻ വാസു നൽകിയിരിക്കുന്ന ജാമ്യ ഹർജിയാണ്. വിജിലൻസ് കോടതി തള്ളിയതിന് പിന്നാലെയാണ് എൻ വാസു ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ സ്വർണ്ണപ്പാളി മാറ്റിയ സമയത്ത് താൻ സർവീസിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ വാസു ഈ ജാമ്യ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ രണ്ട് പ്രധാന കേസുകളാണ് ഇന്ന് ഹൈക്കോടതിയിലുള്ളത്. മറ്റൊന്ന്, കൊച്ചിയിൽ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഈ പുകമഞ്ഞ് പ്രതിഭാസമാണ്. ഈ അടുത്തായിട്ട് പുകമഞ്ഞ് പ്രതിഭാസം കൊച്ചി നഗരത്തിന്റെ പ്രധാനപ്പെട്ട വിവിധ ഭാഗങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ഇതിൽ ഈ വിദഗ്ധരൊക്കെ പറയുന്നത്, ഈ പുകമഞ്ഞ് പ്രതിഭാസത്തിൽ രാവിലെ നമ്മൾ എഴുന്നേറ്റ് നടക്കാൻ പോകുന്നത് അത് നല്ലൊരു വ്യായാമമാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ പുകമഞ്ഞ് രാവിലെ ഒരു ദിവസം നമ്മൾ കൊണ്ടിട്ടുണ്ട് എങ്കിൽ അത് 16 സിഗരറ്റുകൾ വരെ ഒരുമിച്ച് വലിക്കുന്നത് പോലെ അത്രയും ദോഷമാണ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഏറ്റവും കൂടുതലായിട്ട് കുട്ടികൾക്കും അതോടൊപ്പം തന്നെ പ്രായമായവർക്കുമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുക എന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് കൊച്ചിയിൽ മാത്രമല്ല, അത് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ, അതായത് പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം ഈ അടുത്ത നാളായിട്ട് വായു ഗുണനിലവാരത്തിൽ വന്നിരിക്കുന്ന മാറ്റം സൂചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഈ പുകമഞ്ഞ പ്രതിഭാസം കാണുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ വ്യവസായശാലകളൊക്കെ അടുത്തുള്ള ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത് കാണുന്നത്. ഈ 3 കാര്യങ്ങളാണ് ഇന്ന് കൊച്ചിയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ക്രിസ്റ്റീന, ശരി. മധ്യകേരളത്തിൽ നിന്നുള്ള വാർത്തകളുടെ വിശദാംശങ്ങളുമായി ചേരുകയായിരുന്നു ആൻമരിയ സണ്ണി. നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. അവിടെ റിനു ശ്രീധറുണ്ട്. റിനു, വെരി ഗുഡ് മോർണിംഗ്. തെക്കൻ കേരളത്തിൽ നിന്ന് വരാനിരിക്കുന്ന ചില വാർത്തകളുണ്ടല്ലോ. ഒന്നാമത് ഈ ദേശീയപാതയുടെ നിർമ്മാണം, അതുമായി ബന്ധപ്പെട്ട സുരക്ഷ, ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി കൊല്ലത്ത് തകർന്നു വീണ സംഭവവുമായി ബന്ധപ്പെട്ട വാർത്തയുടെ അപ്ഡേഷൻ. രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വാദം കേൾക്കുകയാണല്ലോ. ഒപ്പം തന്നെ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനത്തിലെ അനിശ്ചിതത്വം, ഇങ്ങനെ ഒരു പിടി വാർത്തകളുണ്ടല്ലോ തെക്കൻ കേരളത്തിൽ നിന്ന്. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ ഒട്ടനവധി വാർത്തകളുണ്ട് തിരുവനന്തപുരത്ത്, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ. ഏറ്റവും പ്രധാനം കൊല്ലം മൈലക്കാട്. നമുക്കറിയാം, ഇന്നലെ ദേശീയപാത ഇടിഞ്ഞു താഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ വലിയ അപകടത്തിൽ നിന്നൊക്കെ തന്നെ തെന്നിമാറുന്ന ഒരു സാഹചര്യമാണ്. അത് വളരെ ആശ്വാസകരമാണ്. ഇന്നിപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കളക്ടർ വിളിച്ചു ചേർത്ത അവലോകന യോഗം ഉണ്ടാകും എന്നുള്ളതാണ്. ഈ കരാർ കമ്പനി, ദേശീയപാത അതോറിറ്റി, ജനപ്രതിനിധികളടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കും.
കൃത്യമായി തന്നെ ഈ കൺസ്ട്രക്ഷൻ കമ്പനിയോട്, ശിവാലയ എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ കമ്പനിയോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. കൃത്യമായിട്ടുള്ളൊരു വിശദീകരണം അല്ലെങ്കിൽ ഈ കരാർ കമ്പനിക്കെതിരെ നടപടിയെടുക്കും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒപ്പം ഈ ദേശീയപാത നിർമ്മാണം നടക്കുന്ന പ്രദേശങ്ങൾ, ഉയർന്ന പ്രദേശങ്ങളിലെ ആ സുരക്ഷ കൃത്യമായി തന്നെ വിലയിരുത്തും എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഗതാഗത നിയന്ത്രണമുണ്ട്. ഈ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വിവരവും നമുക്ക് നൽകാനാകും. മറ്റൊന്ന്, നമുക്കറിയാം രാഹുൽ ഈശ്വറിന്റെ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇന്നലെ വിശദമായിട്ടുള്ളൊരു വാദം കേട്ടിരുന്നു. എങ്കിൽ പോലും ഇന്നത്തേക്ക് കേസ് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്നും കോടതി വാദം കേൾക്കും. വാദം കേട്ടതിന് ശേഷം ഇന്ന് കൃത്യമായി തന്നെ അതിലൊരു വിധി പറയും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോഴും രാഹുൽ ഈശ്വർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് പ്രാഥമിക ഒരു ചികിത്സ എന്നുള്ള മട്ടിൽ അദ്ദേഹം നിരാഹാരം അനുഷ്ഠിക്കുന്ന സാഹചര്യമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. പക്ഷേ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഡോക്ടർ അവിടെ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. മറ്റൊന്ന്, ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയിലെ VC നിയമനവുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം സുപ്രീം കോടതി പോലും ഇടപെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. സംസ്ഥാന സർക്കാരും ഗവർണറും ഒരു സമവായത്തിലെത്തി ഈ VCയെ നിയമിക്കണമെന്നുള്ള നിർദ്ദേശമാണ് സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ കോടതി നേരിട്ട് നിയമിക്കും എന്നുള്ളതാണ്. എന്തായാലും ഗവർണർ നിലവിലെ ചുമതലയുള്ള VC ആയിട്ടുള്ള സിസ തോമസിനെ തന്നെ നിയമിക്കണം എന്നുള്ളതാണ് മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ പട്ടികയിൽ പോലും ഇല്ലാത്ത ഒരാളെ VC ആയി ചുമതല നൽകാൻ അല്ലെങ്കിൽ നിയമിക്കുവാൻ കഴിയില്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരും ആവശ്യപ്പെടുന്നത്. എന്തായാലും ഇവരൊരു സമവായത്തിലെത്തി മുന്നോട്ട് പോകുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ കോടതി ഇനി ഏത് തരത്തിലുള്ള ഇടപെടലായിരിക്കും നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ക്രിസ്റ്റീന. ശരി, തെക്കൻ കേരളത്തിൽ നിന്നുള്ള വാർത്തകളുടെ അപ്ഡേഷൻസുമായി ചേരുകയായിരുന്നു റിനു ശ്രീധർ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിമാരുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും. ഉന്നതരിലേക്ക് അന്വേഷണം നീങ്ങണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് SITയുടെ നീക്കം. ദേവസ്വം വകുപ്പിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി അപേക്ഷ നൽകിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം നടത്തും. ഇതിനായി ദേവസ്വം വകുപ്പും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്താനാണ് തീരുമാനം. തന്ത്രിമാരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധത്തിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇതിനിടെ ഒരാഴ്ചയ്ക്കുള്ളിൽ വരുന്ന സന്നിധാനത്തെ ഉരുപ്പടികളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലവും നിർണായകമാണ്. വാശിയേറിയ തദ്ദേശ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്ന തൃശൂരിൽ പ്രചാരണം കൊഴുപ്പിക്കാൻ ഒരുങ്ങി LDF. മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന പൊതുയോഗം ഇന്ന് നടക്കും. വിപുലമായ റാലിക്ക് ശേഷം വൈകിട്ട് 5-ന് തൃശൂർ ശക്തൻ നഗറിൽ നടക്കുന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിലാണ് മുഖ്യമന്ത്രി സംസാരിക്കുക. മുഖ്യമന്ത്രിക്ക് പുറമെ മന്ത്രിമാരായ K രാജൻ, R ബിന്ദു തുടങ്ങിയവരും വിവിധ LDF നേതാക്കളും പരിപാടിയിൽ പങ്കെടുക്കും. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മാധ്യമപ്രവർത്തകരോട് സംവദിക്കുന്ന മുഖാമുഖം പരിപാടിയിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പങ്കെടുക്കും. തൃശൂർ പ്രസ് ക്ലബ്ബിൽ രാവിലെ 11 മണിക്കാണ് പരിപാടി. മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കർശന സുരക്ഷയാണ് ജില്ലയിൽ പോലീസ് ഒരുക്കിയിരിക്കുന്നത്. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിന്റെ വാർഷിക ദിനം മുൻനിർത്തി ശബരിമലയിൽ കനത്ത സുരക്ഷ. കേന്ദ്രസേനയും കേരള പോലീസും സംയുക്തമായി ഇന്ന് റൂട്ട് മാർച്ച് നടത്തും. ഭക്തർക്ക് നിയന്ത്രണവും ശക്തമാക്കി. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് സുജിത് സുരേന്ദ്രനാണ് ചേരുന്നത്. സുജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. ഏതൊക്കെ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ, ഏതൊക്കെ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ശബരിമലയിൽ ഇന്ന് ഏർപ്പെടുത്തിയിരിക്കുന്നത്? കൃഷ്ണ, ഗുഡ് മോർണിംഗ്. ശബരിമല സന്നിധാനത്ത് വലിയ രീതിയിലുള്ള തിരക്കാണ് ഇന്ന് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലേക്കാൾ കൂടുതൽ തിരക്ക് ഇന്ന് അനുഭവപ്പെടുന്നുണ്ട്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. ബാബറി മസ്ജിദ് ദിനവുമായി ബന്ധപ്പെട്ട് ഇന്ന് ശബരിമല സന്നിധാനത്തും ഒപ്പം തന്നെ പമ്പയിലും നിലയ്ക്കലിലും ഒക്കെ തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ്. അധിക സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. 2 ദിവസം, ഇന്നലെയും ഇന്നുമാണ് ഇത്തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുള്ളത്. ഇന്ന് രാത്രി 11 മണിക്ക് നട അടച്ചു കഴിഞ്ഞാൽ ഭക്തരെ 18-ാം പടി കയറാൻ അനുവദിക്കില്ല. സാധാരണഗതിയിൽ 18-ാം പടി കയറി എത്തുന്ന ഭക്തർക്ക് ഈ ഹരിവരാസനം കഴിഞ്ഞാലും 18-ാം പടി കയറി ഭക്തരെ പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് സിവിൽ ദർശൻ വഴി രാവിലെ ദർശനം നടത്താനുള്ള സൗകര്യമാണ് ഒരുക്കാറുള്ളത്. പക്ഷേ ഈ ദിവസങ്ങളിൽ ഇതിനുള്ള അനുമതിയില്ല. അതുപോലെ തന്നെ ഈ തിരുമുറ്റത്തും പരിസരത്തും ഒക്കെ തന്നെ കേരള പോലീസിന്റെ ആന്റി സബോട്ടേജ് ടീം പ്രത്യേക പരിശോധനയും നടത്തുന്നുണ്ട്. നടയടച്ച ശേഷം ഭക്തർക്ക് ഈ ക്യൂവിൽ നിൽക്കുക എന്നുള്ളത് മാത്രമാണ് മറ്റൊരു കാര്യം. അതിനുശേഷം രാവിലെ നട തുറന്നാൽ മാത്രമേ ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടുകയുള്ളൂ. അതുപോലെ തന്നെ ബോംബ് ഡിറ്റക്ഷൻ സ്ക്വാഡിന്റെ പ്രവർത്തനവും ശക്തമാക്കി. അവർ 8 പേരെ കൂടി അധികമായി ടീമിലേക്ക് നിയമിച്ചിട്ടുമുണ്ട്. ജീവനക്കാരുടെ ഈ ബാരക്കുകളിലടക്കം
പരിശോധന ശക്തമാക്കുകയാണ്. ഓരോ ജീവനക്കാർ താമസിക്കുന്ന കേന്ദ്രങ്ങളിലൊക്കെ തന്നെ പ്രത്യേകമായി പരിശോധന നടത്താനാണ് തീരുമാനം. അതുപോലെ തന്നെ ഇവർ പ്രവേശിക്കുന്ന സ്റ്റാഫ് ഗേറ്റും അതുപോലെ തന്നെ സ്ഥിരം എൻട്രി പോയിന്റുകളിലൊക്കെ തന്നെ കർശനമായി പരിശോധന ശക്തമാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. തിരിച്ചറിയൽ കാർഡോ അതുപോലെ തന്നെ അംഗീകൃത രേഖകളോ ഇല്ലാതെ യാതൊരു കാരണവശാലും ആരെയും തന്നെ ഇവിടേക്ക് കടത്തി വിടില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇന്നലെ സന്നിധാനത്ത് അനുഭവപ്പെട്ടത് ഏതാണ്ട് 1 ലക്ഷത്തോളം ആളുകളുടെ തിരക്കായിരുന്നു. 1 ലക്ഷത്തിലധികം ആളുകളാണ് ഇന്നലെ സന്നിധാനത്ത് ദർശനം നടത്തിയതായി കണക്കുകളിൽ വ്യക്തമാകുന്നത്. ഒപ്പം തന്നെ സ്പോട്ട് ബുക്കിങ്ങിന്റെ തിരക്ക് കണക്കിലെടുത്തുകൊണ്ട് തന്നെ സ്പോട്ട് ബുക്കിംഗ് എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 5000 എന്നുള്ളത് 10,000-ലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ പുല്ലുമേട് വഴി വരുന്ന ഭക്തരുടെ എണ്ണത്തിലും വലിയ രീതിയിലുള്ള വർധനവാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ 2000 പേരൊക്കെ ആയിരുന്നു എത്തിയിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ ഏതാണ്ട് 3600 പേരാണ് ഇന്നലെ മാത്രം പുല്ലുമേട് വഴി സന്നിധാനത്തേക്ക് എത്തിയിട്ടുള്ളത്. അതുപോലെ സന്നിധാനത്തേക്ക് എത്തുന്ന ട്രാക്ടറുകളിലും പരിശോധന ശക്തമാക്കിയിരിക്കുന്നു. ഈ ട്രാക്ടറുകൾ കടന്നു വരുന്നതിന് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും സന്നിധാനത്ത് വലിയ രീതിയിലുള്ള തിരക്ക് ഈ ദിവസങ്ങളിൽ അനുഭവപ്പെടുന്നു. നമുക്കറിയാം ശനിയും ഞായറും അവധി ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ അവധി ദിവസങ്ങളിൽ കൂടുതൽ തിരക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തിരക്കൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഈ കേന്ദ്രസേനയും അതുപോലെ തന്നെ കേരള പോലീസും സംയുക്തമായി കൂടുതൽ സുരക്ഷ ശക്തിപ്പെടുത്തുന്നു. ഭക്തർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ ദർശനം സുഗമമാകുന്നതിനുള്ള ക്രമീകരണങ്ങളും സന്നിധാനത്ത് ഒരുക്കിയിട്ടുണ്ട്. ക്രിസ്റ്റീന. ഓക്കെ, സന്നിധാനത്ത് തീർത്ഥാടക തിരക്ക് ഏറുകയാണ്. എന്നാൽ അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ടെന്നാണ് സുജിത് സുരേന്ദ്രൻ സന്നിധാനത്ത് നിന്ന് നൽകുന്ന വിവരം. സംസ്ഥാനത്തെ SIR നടപടികൾ വീണ്ടും നീട്ടി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുതിയ തീരുമാനപ്രകാരം എന്യൂമറേഷൻ ഫോമുകൾ ഈ മാസം 18 വരെ നൽകാം. കരട് വോട്ടർ പട്ടിക 23-ന് പ്രസിദ്ധീകരിക്കും. അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരണം ഫെബ്രുവരി 21-നായിരിക്കും. ഒരാഴ്ച നീട്ടണമെന്ന സർക്കാർ ആവശ്യം അംഗീകരിച്ചാണ് കമ്മീഷന്റെ തീരുമാനം. തദ്ദേശ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ എന്യൂമറേഷൻ ഫോം സമർപ്പിക്കാനുള്ള അവസാന തീയതി ഒരാഴ്ചയോ അതിൽ കൂടുതൽ ആവശ്യമെങ്കിൽ സംസ്ഥാന സർക്കാരിനോട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിവേദനം നൽകാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നു. സംസ്ഥാന സർക്കാർ നിവേദനത്തിൽ അനുഭാവപൂർവ്വം തീരുമാനമെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും കോടതി പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ തീരുമാനം. കേരള സർവകലാശാലയിലെ ജാതി അധിക്ഷേപ കേസിൽ പരാതിക്കാരനായ ഗവേഷണ വിദ്യാർത്ഥിയുടെ ഹിയറിംഗ് ഇന്ന് നെടുമങ്ങാട് SC/ST കോടതിയിലാണ് വിപിൻ വിജയൻ ഹാജരാകുന്നത്. ഡീൻ CN വിജയകുമാരിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന്റെ ഭാഗമായാണ് ഹിയറിംഗ്. വിപിൻ വിജയന്റെ ജാതി അധിക്ഷേപ പരാതിയിൽ വിജയകുമാരിക്കെതിരെ പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ശ്രീകാര്യം പോലീസ് കേസെടുത്തിരുന്നു. ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ പരാതിക്കാരന്റെ ഭാഗം കൂടി കേട്ട ശേഷം തീരുമാനമെടുക്കാമെന്നായിരുന്നു കോടതി നിലപാട്. ഗവേഷണ പ്രബന്ധത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി ദേഷ്യവും രാഷ്ട്രീയ പകപോക്കലുമാണ് വിപിന്റെ പരാതിക്ക് അടിസ്ഥാനമെന്നാണ് അധ്യാപികയുടെ വാദം. ഇനി ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ചില ദേശീയ വാർത്തകളുമായി ചേരുകയാണ്. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. ഈ ഇൻഡിഗോയുടെ വിമാന പ്രതിസന്ധി തുടരുകയാണ്. രാജ്യത്താകമാനം വിവിധ വിമാനത്താവളങ്ങളിൽ യാത്രക്കാർ വലിയ പ്രതിസന്ധി അനുഭവിക്കുന്നു. ഒപ്പം തന്നെ ഇൻഡിഗോയുടെ ജീവനക്കാർക്ക് അമിതഭാരമെന്ന് അവർ പറയുന്നു. നിസ്സഹായരാണ് തങ്ങളെന്ന് ഇൻഡിഗോയും പറയുന്നു. മറ്റൊന്ന്, ഹാനി ബാബു ഇന്ന് ജയിൽ മോചിതനാകുന്നുണ്ട്. ഡൽഹിയിലെ വായുമലിനീകരണം, വാർത്തകളുടെയൊക്കെ അപ്ഡേഷൻ എങ്ങനെയാണ്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ തന്നെ വലിയ പ്രതിസന്ധി തുടരുകയാണ് ഇന്ത്യയിലെ വ്യോമയാന മേഖലയിൽ. വ്യോമയാന മേഖലയുടെ 60% കൈയടക്കുന്ന ഇൻഡിഗോ കമ്പനിയിലുണ്ടായ പ്രതിസന്ധി തന്നെയാണ് രാജ്യത്ത് എല്ലാ വിമാനത്താവളങ്ങളിലെയും യാത്രക്കാരെ ബാധിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ ഇൻഡിഗോയുടെ CEO ജനങ്ങളോട് അല്ലെങ്കിൽ യാത്രക്കാരോട് മാപ്പ് അപേക്ഷിച്ച് രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം. ഒപ്പം തന്നെ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കുറച്ച് കാലമെടുക്കുമെന്നായിരുന്നു ആദ്യം കണക്കുകൂട്ടിയിരുന്നത്. ഫെബ്രുവരി 10 മാത്രമേ പരിഹരിക്കാൻ കഴിയൂ എന്ന് കമ്പനി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നുവെങ്കിൽ ഡിസംബർ 12 തന്നെ ഈ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും എന്ന് അറിയിക്കുകയും അത്തരത്തിലൊരു ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ ഇൻഡിഗോയുടെ CEO. ഇതോടൊപ്പം തന്നെ രാജ്യത്ത് ഇന്ന് 1000-ഓളം വിമാനങ്ങൾ സർവീസുകൾ ഇൻഡിഗോയുടേത് റദ്ദാക്കും എന്ന മുന്നറിയിപ്പും കമ്പനി നൽകുന്നുണ്ട്. കാരണം ഈ പ്രതിസന്ധി ഈ മാസം 8
8 വരെ, അതായത് തിങ്കളാഴ്ച വരെ ഇത്തരത്തിൽ റദ്ദാക്കലുകൾ തുടരുന്ന സാഹചര്യമുണ്ട്. കാരണം നേരത്തെ ഷെഡ്യൂൾ ചെയ്ത സർവീസുകളാണ്. അത് പുനഃക്രമീകരിക്കാൻ പോലും കഴിയാത്ത സാഹചര്യവുമുണ്ട് കമ്പനിക്ക് പുതിയ പ്രതിസന്ധിയിൽ. അതേസമയം DGCAയുടെ ഭാഗത്തു നിന്നും ഈ പൈലറ്റുമാരുടെ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് ലഭിച്ച ഇളവ് അത് വലിയൊരു ആശ്വാസമാകും എന്നാണ് കമ്പനി വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതനുസരിച്ച് തുടർന്നുള്ള ഡിസംബർ 8 മുതൽ ഉള്ള സർവീസുകൾ പുനഃക്രമീകരിച്ച് കൂടുതൽ സർവീസുകളുടെ എണ്ണം കുറച്ച് ഏറ്റെടുത്ത സർവീസുകൾ കൃത്യമായി തന്നെ പൂർത്തിയാക്കാനുള്ള ഒരു ശ്രമമായിരിക്കും കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. ഇന്നും രാജ്യത്തെ വിവിധ വിമാനത്താവളങ്ങളിൽ യാത്രക്കാർ ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം തുടരുകയാണ്. പലരുടേതും 2 ദിവസം മുമ്പ് ബുക്ക് ചെയ്ത സർവീസുകൾ പോലും ഇപ്പോഴും പൂർത്തിയാക്കാൻ ഇൻഡിഗോയ്ക്ക് കഴിയാത്ത സാഹചര്യവുമുണ്ട്. അതേസമയം ഈ ഭീമ കൊറിഗാവ് കേസിൽ കഴിഞ്ഞ 5 വർഷമായി ജയിലിൽ കഴിയുന്ന മലയാളിയായ പ്രൊഫസർ ഹാനി ബാബു ഇന്ന് ജയിൽ മോചിതനാകുകയാണ്. മുംബൈയിലെ ജയിലിൽ നിന്നാണ് അദ്ദേഹത്തിന് ഇന്ന് മോചിതനാകുക. അദ്ദേഹത്തിന് ബോംബെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ച ഒരു പശ്ചാത്തലത്തിലാണ് ജയിൽ മോചിതനാകുന്നത്. ഡൽഹി സർവകലാശാലയിലെ പ്രൊഫസറായ ഹാനി ബാബുവിനെ ഭീമ കൊറിഗാവ് കേസുമായി ബന്ധപ്പെട്ട 2020 അറസ്റ്റ് ചെയ്യുന്നത്. തുടർന്ന് അദ്ദേഹത്തിന് സുപ്രീം കോടതി അടക്കം ജാമ്യം നിഷേധിച്ച് ഹൈക്കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിച്ചിരുന്നു. പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ജാമ്യം ലഭിച്ച ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം വീണ്ടും ബോംബെ ഹൈക്കോടതിയെ സമീപിക്കുന്നതും അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുന്നതും. ഇന്ന് രാവിലെ 10 മണിയോടെ അദ്ദേഹം പുറത്തിറങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ഡൽഹിയിലെ വായു ഗുണനിലവാര നിരക്ക് അത് വളരെ മോശം അവസ്ഥയിൽ തുടരുകയാണ്. വായുമലിനീകരണം രൂക്ഷമായി തന്നെ തുടരുന്നു. ഇത് പരിഹരിക്കാനുള്ള കൂടിയാലോചനകൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും പ്രായോഗിക തലത്തിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതൽ സ്പ്രിംഗ്ലറുകൾ ഡൽഹിയുടെ വിവിധ ഇടങ്ങളിൽ സ്ഥാപിച്ച് മലിനീകരണം നിയന്ത്രിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. എന്നാൽ ഈ അന്തരീക്ഷത്തിൽ തണുപ്പ് കൂടി വർദ്ധിച്ചു വരുന്ന ഒരു പശ്ചാത്തലത്തിൽ മൂടൽമഞ്ഞ് അല്ലെങ്കിൽ പുകമഞ്ഞിൻ്റെ സാന്നിധ്യം വർദ്ധിക്കുകയാണ്. അത് കാഴ്ചയുടെ ദൂരപരിധിയെ പോലും വലിയ തോതിൽ ബാധിക്കാൻ തുടങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കൂടുതൽ ഈ മലിനീകരണ നിയന്ത്രണ മാനദണ്ഡങ്ങൾ കടുപ്പിക്കുന്നതിനുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണ്. ക്രിസ്റ്റീന. ഓക്കെ. ജോയ് ആലുക്കാസ് ഗ്രൂപ്പിന്റെ ഡയമണ്ട് ജ്വല്ലറികൾക്ക് മാത്രമായി ബ്രില്യൻസ് ഡയമണ്ട് ജ്വല്ലറി ഷോ തൃശൂരിൽ ആരംഭിച്ചു. ഡിസംബർ 21 വരെ തൃശൂർ റൗണ്ട് ഈസ്റ്റിലുള്ള ജോയ് ആലുക്കാസ് ഷോറൂമിലാണ് പ്രത്യേക പ്രദർശനം. വിവാഹ ആഭരണങ്ങൾ മുതൽ നിത്യോപയോഗ മോഡലുകൾ വരെ പരമ്പരാഗത തനിമയും ആധുനിക ഡിസൈനുകളും ചേർന്ന അപൂർവമായ ഡയമണ്ട് കളക്ഷനാണ് പ്രദർശനത്തിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. പ്രദർശനം കാണാനെത്തിയ ഉപഭോക്താക്കൾ ആഭരണങ്ങൾ ട്രയൽ ചെയ്തതും റാമ്പിൽ അണിനിരുന്നതും ആവേശമായി. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത 12 രാജ്യങ്ങളിൽ നിന്നുള്ള ഡയമണ്ട് ജുവല്ലറി ഞങ്ങളിവിടെ സോഴ്സ് ചെയ്തിട്ടുണ്ട്. അത് തൃശ്ശൂർ നഗരത്തിലേക്ക് കൊണ്ടുവന്ന് ഞങ്ങളുടെ ജുവല്ലറി സ്റ്റോറിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. കസ്റ്റമറുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 12 രാജ്യങ്ങളിലെയും ജ്വല്ലറികൾ സെലക്ട് ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടിയിരിക്കുകയാണ്. 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുന്നവർക്ക് സ്വർണ്ണ നാണയം സമ്മാനമായി ലഭിക്കും. 24 തൃശ്ശൂർ. 24 കണക്റ്റും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് നിർമ്മിച്ചു നൽകുന്ന 100 വീട് ഭവന പദ്ധതിയുടെ ഭാഗമായി ആലപ്പുഴ ജില്ലയിലെ 9ാമത്തെ വീട് കൈമാറി പുന്നപ്ര സ്വദേശി മിനിമോൾക്കാണ് വീട് ലഭിച്ചത്. ഭർത്താവ് മരിച്ചതോടെ മിനിമോൾ ഒറ്റയ്ക്കാണ് 2 മക്കളെ വളർത്തിയത്. സ്വന്തമായൊരു വീടില്ലാത്തതിന്റെ ബുദ്ധിമുട്ടുകൾ രോഗി കൂടിയായ മിനിമോളെ വല്ലാതെ വലച്ചിരുന്നു. 15 വർഷത്തെ ശ്രമങ്ങൾ ഫലം കാണാതെ വന്നപ്പോഴാണ് 24 കണക്റ്റിനെ സമീപിച്ചത്. കുടുംബവിഹിതമായി ലഭിച്ച 4 സെന്റിൽ സ്വന്തമായൊരു വീട് ഉയർന്നപ്പോൾ സന്തോഷത്തിന്റെ കണ്ണുനീർ. എനിക്ക് വീടില്ലായിരുന്നു. പക്ഷേ 24-നും ചിറ്റിലപ്പള്ളി കണക്റ്റഡ് എനിക്ക് 4 ലക്ഷം രൂപ വീട് വെക്കാനായിട്ട് തന്നു. ഒരു നല്ലൊരു മഴയും ഇടിയും വെട്ടിയൊക്കെ പെയ്യുമ്പോൾ നമുക്ക് സമാധാനത്തോടെ ഇതിനകത്ത് കിടന്നുറങ്ങാമല്ലോ. അതിൻ്റെ സന്തോഷം വളരെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു സംരംഭം നിങ്ങൾ ഇതിങ്ങനെ എന്നെപ്പോലുള്ള പാവത്തുങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലുള്ള സംരംഭം തുടങ്ങിയതിൽ വളരെയേറെ സന്തോഷമുണ്ട്. കാരണം എന്നെപ്പോലെ ഒന്നുമില്ലാത്തവർക്ക് ഒരു പിടി താങ്ങ് തന്നെയാണ് ഈ 24 ചാനലും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും കൂടെ ചെയ്ത് തന്നിരിക്കുന്നത്. വീടിന്റെ താക്കോൽദാനം 24 ആലപ്പുഴ ബ്യൂറോ ചീഫ് അശ്വിൻ പാലാഴി നിർവഹിച്ചു. 24 കണക്ട് സംസ്ഥാന റീജിയണൽ കോർഡിനേറ്റർ
മനോജ് മാവേലിക്കര പങ്കെടുത്തു. ഇതിൻ്റെ അപേക്ഷ വന്നപ്പോൾ തുടക്കം മുതലേ ഞാനാണ് വന്ന് അന്വേഷിച്ചത്. ശരിക്കും അർഹതപ്പെട്ട ഒരാളാണ്. ഭർത്താവ് മരിച്ച് വളരെ ബുദ്ധിമുട്ടി ഒരു വീടിന് വേണ്ടി എല്ലാ യോഗ്യതയുള്ള ഒരാളാണ്. നമ്മൾ കണ്ടെത്തിയ ആൾ ശരിക്കും കറക്റ്റായിട്ടുള്ള ആളെ തന്നെ കണ്ടെത്തിയത്. വീട് കൊടുത്തതിൽ അവരെ പോലെ സന്തോഷം നമുക്കുണ്ട്. 24 ആലപ്പുഴ. തൃശൂർ വിയ്യൂർ ജയിലിന് സമീപത്ത് നിന്ന് രക്ഷപ്പെട്ട കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകന് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കി തമിഴ്നാട് പോലീസ്. ഇന്നലെ ബാലമുരുകനെ പോലീസ് കണ്ടെത്തിയിരുന്നു. പിടികൂടാൻ ശ്രമിക്കുന്നതിനിടയിൽ 150 മീറ്റർ താഴ്ചയുള്ള പാറയിടുക്കിൽ ചാടിയ ബാലമുരുകനെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഇന്ന് തെരച്ചിൽ തുടരുന്നത്. തെങ്കാശിയിലെ ഭാര്യ വീട്ടിലേക്ക് വന്ന ബാലമുരുകനെ പോലീസ് പിടികൂടാൻ ശ്രമിക്കുന്നതിനിടയിൽ വെള്ളിയാഴ്ച രാത്രിയാണ് കടയത്ത് മലയിലേക്ക് ബാലമുരുകൻ ഓടിക്കയറിയത്. ഇന്നലെ വൈകുന്നേരത്തോടെ ബാലമുരുകന്റെ അരികിൽ പോലീസ് എത്തിയതോടെയാണ് രക്ഷപ്പെടാൻ പാറയിടുക്കിലേക്ക് എടുത്തു ചാടിയത്. തെരച്ചിൽ അതീവ ദുഷ്കരമായതിനാൽ രാത്രി ദൌത്യം നിർത്തിവച്ചിരുന്നു. ആഭ്യന്തര യുദ്ധം രൂക്ഷമായ യമനിൽ ഹൂതി വിമതരുടെ അക്രമത്തെ തുടർന്ന് തടവിലായിരുന്ന മലയാളി തിരികെ എത്തി. കായംകുളം പത്തിയൂർ സ്വദേശി അനിൽകുമാർ രവീന്ദ്രനാണ് 5 മാസങ്ങൾക്ക് ശേഷം നാട്ടിലെത്തിയത്. മരണത്തിന്റെ വക്കിൽ നിന്ന് സുരക്ഷിതനായി തിരികെ എത്തിയതിന്റെ ആശ്വാസത്തിലും സന്തോഷത്തിലുമാണ് അനിൽകുമാറും കുടുംബവും. കഴിഞ്ഞ ജൂലൈ 7-ന് സൊമാലിയയിൽ ചരക്കിറക്കി തിരികെ മടങ്ങുമ്പോഴായിരുന്നു ചെങ്കടലിൽ ഹൂതികളുടെ ആക്രമണം. എറ്റേണി സി എന്ന ഗ്രീക്ക് ചരക്ക് കപ്പൽ കടലിൽ മുക്കി. സെക്യൂരിറ്റി ഓഫീസറായിരുന്ന അനിൽകുമാർ അടക്കം 11 പേർ കടലിലേക്ക് ചാടി. യമനിലെ മത്സ്യത്തൊഴിലാളികൾ ഇവരെ രക്ഷപ്പെടുത്തി കരയിലെത്തിച്ചു. രക്ഷപ്പെടുത്തിയവരെ ഹൂതികൾക്ക് കൈമാറേണ്ടി വന്നു. പിന്നീട് നീണ്ടകാലം യമനിലെ രഹസ്യകേന്ദ്രത്തിൽ തടവ്. കറുത്ത ദിനങ്ങൾ അനിൽകുമാറിന്റെ ഓർമ്മയിൽ തെളിഞ്ഞു കിടപ്പുണ്ട്. സോമാലിയെ അൺലോഡ് ചെയ്ത് തിരിച്ചു വരുന്ന വഴിയാണ് ആദ്യത്തെ സംഭവം ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നത്. അൺമാനഡ് ബോട്ട് ബ്ലാസ്റ്റായി കപ്പലിൽ നിന്നും. അതിനുശേഷം 8-ാം തീയതി 10 മണി വരെ മിസൈലും ഡ്രോണും ഇവർ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ ലൈഫ് ജാക്കറ്റ് ഇട്ടുകൊണ്ട് കടലിൽ ചാടി. 9-ാം തീയതി ഏർലി മോർണിംഗ് 2 മണിയോടുകൂടി ഫിഷിംഗ് ബോട്ട് കിട്ടി ഞങ്ങൾക്ക്. യമനികളായിരുന്നു ഫിഷിംഗ് ബോട്ടിൽ. അവർ ഹൂതികൾക്ക് ഇന്ന് ഞങ്ങൾ 6 പേരെ ഹാൻഡ് ഓവർ ചെയ്തു. അനിൽകുമാറിന്റെ മോചനത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരന്തര ശ്രമം നടത്തിയിരുന്നു. ഒടുവിൽ ഒമാൻ രാജാവിന്റെ ഇടപെടലിലാണ് മോചനം സാധ്യമായത്. സാധാരണ പറയുവാണെന്നുണ്ടെങ്കിൽ ഹോസ്റ്റേജസ് അല്ലെന്നുണ്ടെങ്കിൽ പ്രിസണർ എന്ന് പറയും. അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നോ ആ രീതിയിൽ അവർ ട്രീറ്റ് ചെയ്യത്തുള്ളൂ. ചെയ്തത് ഇനിയും ഒരിക്കലും കേരളം അല്ല ഇന്ത്യ കാണുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഇപ്പം വളരെ സന്തോഷമുണ്ട്. കാരണം വീട്ടിലെത്തിയല്ലോ, അല്ല നമ്മുടെ ഇന്ത്യയിലെത്തിയല്ലോ എന്നുള്ള ആ ഒരു സന്തോഷമാണ്. പ്രതീക്ഷയോടെ കാത്തിരുന്ന കുടുംബത്തിന് സന്തോഷത്തിന്റെ നിമിഷങ്ങൾ. ഇപ്പോൾ നടുക്കടലിൽ കാണാതായി. നമ്മൾ ആരുടെക്ക് എന്ത് ചോദിക്കും എന്നൊന്നും അറിയാൻ വയ്യാണ്ട് നമ്മൾ ഫുൾ ഫാമിലി ഭയങ്കര വിഷമത്തിലായിരുന്നു. അപ്പോൾ ലാസ്റ്റ് നമ്മളിപ്പോൾ ആളെത്തിയിട്ടുണ്ട്, ജീവനോടുണ്ടെന്ന് അറിഞ്ഞു. ഇപ്പം നാട്ടിലെത്തി. അതിന് ഭയങ്കര സന്തോഷമാണ്. അനിൽകുമാറിനൊപ്പം 9 ഫിലിപ്പീൻകാരെയും മോചിതരാക്കി. കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട തിരുവനന്തപുരം സ്വദേശി നേരത്തെ നാട്ടിലെത്തിയിരുന്നു. 24 ആലപ്പുഴ. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 3-ാം ഏകദിനം ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് 1:30 വിശാഖപട്ടണത്താണ് മത്സരം. ജയിക്കുന്നവർക്ക് പരമ്പര സ്വന്തമാക്കാം. ഒന്ന് കൊടുത്തു, തിരിച്ച് അതുപോലൊന്ന് കിട്ടി. ഇനി വാങ്ങാനാവില്ല. ഇനിയൊരു തോൽവിയെങ്കിൽ ടെസ്റ്റിന് പിന്നാലെ ഏകദിന പരമ്പരയും നഷ്ടമാകും. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ പരമ്പര പിടിക്കാൻ വിശാഖപട്ടണത്ത് ജീവൻ മരണ പോരിനിറങ്ങുകയാണ് ടീം ഇന്ത്യ. റാഞ്ചിയിൽ 17 റൺസിന് ഇന്ത്യ ജയിച്ചപ്പോൾ റായ്പൂരിൽ 4 വിക്കറ്റിന് പ്രോട്ടീസ് പകരം വീട്ടി. ബാറ്റിംഗ് നിരയിലെ സ്ഥിരതയില്ലായ്മയും ശരാശരിയിലും താഴെയുള്ള ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റുമാണ് ഇന്ത്യയുടെ പ്രശ്നം. 2 മത്സരങ്ങളിലും സെഞ്ചുറി അടിച്ച വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, KL രാഹുൽ എന്നിവർ മാത്രമാണ് സ്ഥിരമായി റണ്ണടിക്കുന്നത്. കഴിഞ്ഞ കളിയിൽ കന്നി സെഞ്ചുറിയോടെ രുദ്രാജ് ഗെയ്ക്വാദും തിളങ്ങി. ജസ്പ്രീത് ബുംറയില്ലാത്ത ബൗളിംഗ് നിരയെ അടിച്ചോടിക്കുകയാണ് പ്രോട്ടീസ് ബാറ്റർമാർ. പകരം ടീമിലെടുക്കാൻ നല്ല പേസർ സ്ക്വാഡിലില്ലാത്തതിനാൽ നിതീഷ് കുമാർ റെഡ്ഡിയെ വെച്ച ഓട്ടയടക്കേണ്ടി വരും. ഓൾറൗണ്ടർ എന്ന പേരിൽ വാഷിംഗ്ടൺ സുന്ദറിനെ വെച്ചുള്ള പരീക്ഷണം നിർത്താൻ ഗൗതം ഗംഭീർ തീരുമാനിച്ചാൽ ഋഷഭ് പന്തിനോ തിലക് വർമ്മയ്ക്കോ അവസരം കിട്ടും. ക്വിന്റൺ ഡീകോക്ക് ഒഴികെയുള്ള ദക്ഷിണാഫ്രിക്കയുടെ ബാറ്റർമാരെല്ലാം തകർപ്പൻ ഫോമിലാണ്. മാർക്കോ യാൻസിന്റെയും കോർബിൻ ബോഷിന്റെയും ഓൾറൗണ്ട് മികവും പ്രോട്ടീസിന്റെ പവർ കൂട്ടുന്നു. സ്പോർട്സ് ഡെസ്ക് 24. സേവന സമയത്ത് രക്ഷാപ്രവർത്തകൻ, ഒഴിവു സമയത്ത് മനോഹര ചിത്രങ്ങൾ വരയ്ക്കുന്ന ആർട്ടിസ്റ്റ്. അതാണ് തിരൂർ സ്റ്റേഷനിലെ അഗ്നിശമന സേനാംഗം കാസർഗോഡ് സ്വദേശി ലിനിൻ. കലയും കരിയറും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ലിനിന്റെ വിശേഷങ്ങളിലേക്കൊന്ന് പോയി വരാം.
ലിനിൻ ഡ്യൂട്ടിയിലാണെങ്കിൽ 100% അഗ്നിശമന സേനാംഗം, രക്ഷാപ്രവർത്തനത്തിന് ഒരുങ്ങിയ യോദ്ധാവ്. പക്ഷേ വിരലിൽ ഒരു പെൻസിൽ പിടിച്ചാൽ സ്കെച്ച് പേപ്പറിൽ രക്ഷാപ്രവർത്തനവും വീടും പ്രകൃതിയും മനുഷ്യനും എല്ലാം കാണാം. ഡ്യൂട്ടിക്കിടയിലെ ഒഴിവ് സമയങ്ങളാണ് ചിത്രം വരയ്ക്കാനായി ചിലവഴിക്കുന്നത്. വരക്കാറുണ്ടായിരുന്നു മുമ്പൊക്കെ വരക്കാം, പക്ഷേ ഇപ്പോൾ കുറേ വർഷമായിട്ട് വരക്കാറില്ല. പിന്നെ കുറേ വർഷത്തിന് ശേഷം ഇപ്പോൾ ഇവിടെ സ്റ്റേഷനിലെത്തിയതിന് ശേഷം അതിന് ഇപ്പോൾ നമ്മുടെ സഹപ്രവർത്തകരുടെ വലിയൊരു സപ്പോർട്ട് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വരക്കാൻ തുടങ്ങിയത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ജയ സാറായിരുന്നു സപ്പോർട്ട്. ലിനിന് പിന്തുണയുമായി സഹപ്രവർത്തകർ ഒപ്പമുണ്ട്. അയാളുടെ ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. ആ കഴിവിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതോടൊപ്പം തന്നെ നമ്മളെ ജീവനക്കാരിൽ പല ആളുകളിലും അത്തരത്തിലുള്ള കഴിവുകൾ ഉണ്ടായിരിക്കാം. അപ്പം അതൊക്കെ അവർക്ക് പുറത്തേക്ക് കാണിക്കാനും അതിനുള്ള ഒരു അവസരം കൂടെയാണിത്. ചിത്രം വരയ്ക്കുന്നതിന് പുറമെ മരത്തിൽ കൊത്തുപണികളും വശമുണ്ട്. സിനിമകളിൽ അസിസ്റ്റന്റ് എഡിറ്ററായും പ്രവർത്തിച്ചിട്ടുണ്ട്. സമീർ ബിൻ കരീം, 24 തിരൂർ. തിരുവനന്തപുരത്തെ സർക്കാർ തിയേറ്ററുകളിൽ നിന്ന് CCTV ദൃശ്യങ്ങൾ അശ്ലീല സൈറ്റിൽ പ്രചരിച്ച സംഭവത്തിൽ ശാസ്ത്രീയ പരിശോധനാ ഫലം കാത്ത് സൈബർ പോലീസ്. CCTV ദൃശ്യം ക്ലൗഡിൽ നിന്നാണോ ചോർന്നതെന്നാണ് പരിശോധിക്കുന്നത്. പ്രചരിക്കുന്നവയല്ലാതെ കൂടുതൽ ദൃശ്യങ്ങൾ പോയിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. ഉത്തരേന്ത്യൻ സംഘമാണ് പിന്നിലെന്നാണ് നിഗമനം. സംഭവത്തിൽ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നിയോഗിച്ച സമിതിയും ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ സമർപ്പിക്കും. കഴിഞ്ഞ ദിവസമാണ് KSFDCയുടെ കൈരളി, ശ്രീ, നില തിയേറ്ററുകളിൽ സിനിമ കാണാനെത്തിയ കമിതാക്കളുടെ ദൃശ്യങ്ങൾ ടെലഗ്രാമിലും അശ്ലീല സൈറ്റുകളിലും പ്രത്യക്ഷപ്പെട്ടത്. പാലക്കാട് മലമ്പുഴയിൽ നവോദയ സ്കൂളിന് സമീപം വീണ്ടും പുലിയിറങ്ങിയ സാഹചര്യത്തിൽ കൂട് സ്ഥാപിക്കുന്നത് ആലോചനയിലെന്ന് വനംവകുപ്പ്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് പ്രദേശവാസികൾ സർക്കാർ സ്കൂൾ പരിസരത്ത് ആദ്യം പുലിയെ കണ്ടത്. പിന്നാലെ വനം, RRT സംഘങ്ങളുടെ മുഴുവൻ സമയ നിരീക്ഷണവും ക്യാമറയും സ്ഥാപിച്ചിരുന്നു. വനംവകുപ്പിന്റെ ക്യാമറയിൽ പുലിയുടെ ചിത്രം പതിഞ്ഞിട്ടില്ല. CCTVയിൽ നിന്ന് പുലിയുടെ ദൃശ്യങ്ങൾ ലഭിച്ചെന്നാണ് സൂചന. എന്നാൽ വ്യാഴാഴ്ച വീണ്ടും പുലിയെ കണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞയിടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ പുലിയുടെ കാൽപ്പാടുകൾ വനംവകുപ്പ് കണ്ടെത്തിയിരുന്നു. ഇതോടെ എത്തിയത് പുലിയാണെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു. മുഖ്യമന്ത്രി പങ്കെടുത്ത LDF തെരഞ്ഞെടുപ്പ് പൊതുയോഗ സ്ഥലത്ത് കുഴഞ്ഞു വീണയാൾക്ക് താങ്ങായി ഡോക്ടർ ജോ ജോസഫ്. മുഖ്യമന്ത്രി കലൂരിൽ പ്രസംഗിക്കുന്നതിനിടെ പത്തനംതിട്ട സ്വദേശി MC സജിയാണ് കുഴഞ്ഞു വീണത്. CPIM പ്രവർത്തകർ വേദിയിലുണ്ടായിരുന്ന ഡോക്ടർ ജോ ജോസഫിനെ വിവരം അറിയിച്ചു. ഉടൻ തന്നെ CPR നൽകിയതിനു ശേഷം ഇദ്ദേഹത്തെ ഡോക്ടറുടെ നേതൃത്വത്തിൽ തന്നെ ലിസി ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ചികിത്സയിൽ കഴിയുന്ന സജി അപകടനില തരണം ചെയ്തു. പാലക്കാട് ചാലിശ്ശേരി സെന്ററിലെ 4 കടകളിൽ തീപിടുത്തമുണ്ടായതിന്റെ കാരണം തേടി അഗ്നിരക്ഷാസേന. ഫുഡ്വെയർ ഷോപ്പ്, പച്ചക്കറിക്കട, ബേക്കറി എന്നിവയുൾപ്പെടെയുള്ള 6 കടകളിലാണ് ഇന്നലെ രാത്രി തീ പടർന്നത്. 4 കടകൾ പൂർണ്ണമായും കത്തിനശിച്ചു. പച്ചക്കറിക്കടയിൽ നിന്നാണ് തീ ഉയരുന്നത് നാട്ടുകാർ ആദ്യം കണ്ടത്. ഷോർട്ട് സർക്യൂട്ട് ആകും കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ന്യൂസ് ബ്രേക്സിന്റെ സമയം പൂർണ്ണമാവുകയാണ്.